ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംഭവങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കേരള PSCയിലെ ആ ഒരു കേരള PSCയിൽ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളിൽ സംഭവങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമുക്ക് നന്നായി പഠിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈഴവ മെമ്മോറിയൽ ഡിസ്കസ് ചെയ്തു അല്ലെ. ഈഴവ മെമ്മോറിയൽ പറഞ്ഞു, അയ്യങ്കാളിയുടെ കർഷക സമരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ടോപ്പിക് നെടുമങ്ങാട് ചന്തലഹളയാണ്. വളരെ കുറച്ച് പോയിന്റ്സ് ആണ് നെടുമങ്ങാട് ചന്തലഹളയിൽ നിങ്ങൾ പഠിച്ചു വെക്കാനുള്ളത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ പഠിക്കുക? നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷമാണ് നമ്മൾ ആദ്യം പഠിക്കുക. 1912. 1912 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ഇത്തരത്തിലുള്ള ടോപ്പിക്കിലേക്ക് കടക്കുമ്പോഴും ഡേറ്റ് കമ്പൽസറി ആണ്. 1912. ഓക്കെ, 1912 എന്ത് നടക്കുന്നത്? നമ്മുടെ നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത്. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഡേറ്റ് ഓക്കെ. നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. ക്ലിയർ. അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നത് അയ്യങ്കാളിയും സംഘവും ചോദ്യം ചെയ്തു. ഇതിന്റെ പ്രത്യേകത എന്താ? അതായത് ചന്തലഹളയാണ് അല്ലെ. നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ ഒരു ചന്തലഹളയാണ്. ആ ചന്തയില് അയിത്ത ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. അതിനെ അയ്യങ്കാളിയും സംഘവും ചോദ്യം ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ ലഹളയാണ് നമ്മുടെ ഈ നെടുമങ്ങാട് ചന്തലഹള എന്ന് പറഞ്ഞ ഈ സംഭവം. ക്ലിയർ ആയല്ലോ. തുടർന്ന് കടുത്ത സംഘടനം നടന്നു. ലഹളയോടുകൂടി നെടുമങ്ങാട് ചന്തയിൽ അധസ്ഥിത വിഭാഗക്കാർക്കും കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടായി. അതാണ് നെടുമങ്ങാട് ചന്തലഹളയുടെ പ്രത്യേകത. അതായത് ഈ ചന്തലഹളയിൽ വളരെ വലിയ സംഘടനമൊക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് ഈ നെടുമങ്ങാട് ചന്തയിലേക്ക് പിന്നീട് ഈ ലഹളയുടെ അനന്തരഫലമായിട്ട് നെടുമങ്ങാട് ചന്തയിലേക്ക് അധസ്ഥിത വിഭാഗങ്ങൾക്കും കടന്നു ചെല്ലാനുള്ള അവകാശം അല്ലെങ്കിൽ സാഹചര്യം ലഭിക്കുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താ? ഈ നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ എഴുതണം? തിരുവനന്തപുരം ജില്ലയിലാണ് നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. വേറൊരു കാര്യം കൂടി ഇവിടെ പഠിച്ചു വെക്കാനുള്ളത് എന്താണെന്നറിയോ? നായർ ഈഴവ ലഹള. അങ്ങനെ ഒരു ലഹള നടന്നിട്ടുണ്ടോ? ഇതിപ്പോ നെടുമങ്ങാട് ചന്തലഹള അല്ലേ. വേറൊരെണ്ണാണ് നായർ, അതുപോലെ തന്നെ ഈഴവ. നായർ ഈഴവ ലഹള. ഈ നായർ ഈഴവ ലഹള നടക്കുന്നത് 1905 പരവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എവിടെയാണ്? പരവൂർ എന്ന സ്ഥലമാണ്. ഈ പരവൂർ എന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ്. അതും കൂടി ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഇതും കൂടി പഠിച്ചു വെക്കുക. അതായത് നെടുമങ്ങാട് ചന്തലഹള 1912 അയിത്ത ജാതിക്കാർക്ക് ചന്തയിലെ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് അയ്യങ്കാളിയും സംഘവും നടത്തിയ ഒരു ലഹളയായിരുന്നു. ഈ ലഹളയെ തുടർന്ന് എന്തുണ്ടായി? നെടുമങ്ങാട് ചന്തയിലേക്ക് അധസ്ഥിത വിഭാഗങ്ങൾക്കും കടന്നു ചെല്ലാനുള്ള അവകാശം ലഭിച്ചു, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായി. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത്. അത്രയും ഭാഗം ക്ലിയർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് നായർ ഈഴവ ലഹള. 1905 ഈ നായർ ഈഴവ ലഹള നടക്കുന്നത്. ക്ലിയർ ആയല്ലോ. നായർ ഈഴവ ലഹള 1905. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് പഠിക്കാനുള്ളത് പരവൂർ ജില്ലയിലാണ് ഈ നായർ ഈഴവ, പരവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നായർ ഈഴവ ലഹള നടക്കുന്നത്. അതെവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. അത്രയും ഭാഗമാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു വെക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 90-ാം ആണ്ട് ലഹളയാണ്. 1915 എന്ത് നടക്കുന്നത്? 90-ാം ആണ്ട് ലഹള. ഓക്കെ, ക്ലിയർ. 1915 നന്നായി പഠിച്ചു വെക്കാം. 1915 90-ാം ആണ്ട് ലഹള നടക്കുന്നത്. 1915 90-ാം ആണ്ട് ലഹള നടക്കുന്നു. അയ്യങ്കാളിയാണ് എന്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്? ഈ 90-ാം ആണ്ട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയ ആൾ ആരാന്ന് ചോദിച്ചാല് അയ്യങ്കാളിയാണ്. ക്ലിയർ ആണല്ലോ. ഈ 90-ാം ആണ്ട് ലഹളേനെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? പുലയ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഊരൂട്ടമ്പലം സമരം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് പേരുകളാണ് കേട്ടോ. 90-ാം ആണ്ട് ലഹള, അല്ലെങ്കിൽ പുലയ ലഹള, അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള. ഈ പേരിലൊക്കെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? 90-ാം ആണ്ട് ലഹളയാണെന്ന് മനസ്സിലാക്കി വെക്കുക. കൊല്ലവർഷം 1090 നടന്നതിനാലാണ് ഇതിനെന്ത് പേരിൽ അറിയപ്പെടുന്നത്? 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത്. ഏത് വർഷമാണ് നടന്നതെന്ന് ചോദിച്ചാൽ 1915. കൊല്ലവർഷം 1090
നടന്നതുകൊണ്ടാണ് 90-ാം ആണ്ട് ലഹളനെ ആ പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ മറ്റു പേരുകളാണ് പുലയ ലഹള, ഊരൂട്ടമ്പലം സമരം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ? ആരാണിത് നയിച്ചത്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഊരൂട്ടമ്പല സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ തടഞ്ഞു. അതായത് അതാണ് ഇതിന്റെ ഈ ലഹളയ്ക്കുള്ള റീസൺ. അതായത് അയ്യങ്കാളി വന്നിട്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? കുട്ടികളെ, അതായത് താന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഊരൂട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയി. അതിനെ ഉയർന്ന ജാതിക്കാര് തടഞ്ഞു. അതേ തുടർന്നുണ്ടായ ലഹളയാണ് എന്ത്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ 90-ാം ആണ്ട് ലഹള, അല്ലെങ്കിൽ പുലയ ലഹള, അല്ലെങ്കിൽ ഊരൂട്ടമ്പലം സമര അഥവാ ലഹള എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. എന്നിട്ട് എന്താണ്ടായേ? അന്ന് രാത്രി തന്നെ സ്കൂള് കത്തിക്കുകയും ചെയ്തു. ഇതാണ് ഈ ലഹളയിലേക്ക് നയിച്ചത്. ഓക്കെ, ഇനി അവിടെ നിങ്ങൾ ഒരു എക്സ്ട്രാ പോയിന്റ് പഠിച്ചു വെക്കേണ്ടത് ഇതെവിടെയാണ്? ഈ 90-ാം ആണ്ട് ലഹള നടന്നിട്ടുള്ള നമ്മുടെ ഈ സ്ഥലം, അതായത് ഊരൂട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? അത് നമ്മൾ പഠിച്ചു വെക്കണം. ഊരൂട്ടമ്പലം അല്ലെ, എന്താ സ്ഥലം? ആ സ്ഥലത്ത് വെച്ച് നടന്നുകൊണ്ടാണ് അതിന് ആ പേരിൽ അറിയപ്പെടുന്നത്, ഊരൂട്ടമ്പലം. അതെവിടെയാണ്? ബാലരാമപുരത്തിനടുത്താണ് കേട്ടോ. ബാലരാമപുരല്ലേ, അതിനടുത്താണ്. അപ്പൊ ഈ ബാലരാമപുരം എവിടെയാണ്? അത് തിരുവനന്തപുരം. അപ്പൊ ഊരൂട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലം ബാലരാമപുരത്തിനടുത്ത്, തിരുവനന്തപുരം ജില്ലയില് ബാലരാമപുരത്തിനടുത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഊരൂട്ടമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലം എന്നും കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പൊ അത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കഴിഞ്ഞു? ഈ 90-ാം ആണ്ട് ലഹള കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സമരം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്, കല്ലുമാല സമരം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആദ്യം എന്താ പഠിക്കേണ്ടത്? കല്ലുമാല സമരം നടന്നത് 1915 ഓക്കെ, 1915 കല്ലുമാല സമരം നടക്കുന്നത്. 1915 കൊല്ലത്ത് പെരിനാട്ടിൽ കല്ലുമാലയുടെ പേരിൽ ഒരു നായർ പുലയ ലഹള നടന്നു. സ്ത്രീകൾ കല്ലുമാല ഉപേക്ഷിച്ചു. ഓക്കെ, എന്താണ്ടായത്? 1915 കൊല്ലത്ത് പെരിനാട്ടില് കല്ലുമാലയുടെ പേരിൽ ഒരു നായർ പുലയ ലഹള നടന്നു. സ്ത്രീകള് കല്ലുമാല ഉപേക്ഷിച്ചു. അയ്യങ്കാളിയുടെ ആഹ്വാനം അനുസരിച്ച് യാതന അനുഭവിക്കുന്ന സമുദായാംഗങ്ങൾ കല്ലും മാലയും പൊട്ടിച്ചെറിഞ്ഞു. ഇത് സംഘർഷത്തിന് ഇടയാക്കി. എന്താണ്ടായത്? അയ്യങ്കാളി ആഹ്വാനം ചെയ്തതിനെ തുടർന്നിട്ട് യാതന അനുഭവിക്കുന്ന സമുദായാംഗങ്ങള് അവരുടെ കല്ലും മാലയും, കല്ലുകൊണ്ടുണ്ടാക്കി അങ്ങനത്തെ മാലയൊക്കെ ആ സാധനങ്ങളൊക്കെ എറിഞ്ഞു. കാരണം താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വർണ്ണമൊന്നും ധരിക്കാൻ പാടില്ല. അവർ കാതിലും കഴുത്തിലൊക്കെ കല്ലുകൊണ്ടുണ്ടാക്കി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇട്ടിരുന്നത്. അപ്പൊ അവർക്ക് അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അവരത് പൊട്ടിച്ചെറിഞ്ഞു. ഇതാണ് സംഘർഷത്തിന് ഇടയാക്കി. അതാണ് കല്ലുമാല സമരത്തിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, കൊല്ലത്ത് ഗോപാലദാസിന്റെ അധ്യക്ഷതയിൽ വിളിച്ചുകൂട്ടിയ സാധുജന പരിപാലന സംഘത്തിന്റെ യോഗം ആക്രമിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ കൊല്ലത്ത് ഇതിനെ തുടർന്ന് ഒരു യോഗം വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരുടെ അധ്യക്ഷതയിലാണ്? ഗോപാലദാസിന്റെ അധ്യക്ഷതയിൽ. പഠിച്ചു വെക്കട്ടോ. അതായത് കൊല്ലത്ത് ഗോപാലദാസിന്റെ അധ്യക്ഷതയിൽ വിളിച്ചുകൂട്ടിയ സാധുജന പരിപാലന സംഘത്തിന്റെ യോഗം ആക്രമിക്കപ്പെട്ടു. തുടർന്ന് തിരിച്ചടിച്ചു. തിരികെ ആക്രമണം. അങ്ങനെ ഒരാഴ്ചയോളം സംഘർഷം നീണ്ടുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിപിടി ഉണ്ടായി. അതായത് ഈ കല്ലുമാല സംഘർഷത്തെ തുടർന്ന് ഗോപാലദാസിന്റെ അധ്യക്ഷതയിൽ കൊല്ലത്ത് വെച്ചിട്ട് ഒരു സാധുജന പരിപാലന സംഘത്തിന്റെ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സംഘത്തിനെ അല്ലെങ്കിൽ ആ ഒരു യോഗത്തെ ആക്രമിച്ചു. അതിനെ തുടർന്ന് അങ്ങോട്ട് തിരിച്ചടിച്ചു, അവരിങ്ങോട്ട് അടിച്ചു. അങ്ങനെ ഈ സംഘർഷം ഒരാഴ്ചയോളം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അയ്യങ്കാളിയുടെ ശ്രമഫലമായിട്ട് 1915 ഡിസംബർ 10 ഓർത്തു വയ്ക്കാം. അയ്യങ്കാളിയുടെ ശ്രമഫലമായിട്ട് 1915 ഡിസംബർ 10 പെരിനാട്ട് സർവ്വസമുദായ സമ്മേളനം വിളിച്ചു ചേർത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ തുടർന്ന് എന്തുണ്ടായി? 1915 ഡിസംബർ 10 അയ്യങ്കാളിയുടെ ശ്രമഫലമായിട്ട് പെരിനാട്ട് സർവ സമുദായ സമ്മേളനം വിളിച്ചു ചേർത്തു. അപ്പൊ ചോദിക്കുകയാണ്, സർവ സമുദായ സമ്മേളനം എവിടെയാണ്? പെരിനാട്ട് സർവ സമുദായ സമ്മേളനം വിളിച്ചു ചേർത്തത് ആരുടെ ശ്രമഫലമായിട്ടാണ് ചോദിച്ചാൽ അയ്യങ്കാളിയുടെ. അതിന്റെ ഡേറ്റ് എന്നാണ് ചോദിച്ചാൽ 1915 ഡിസംബർ 10 എന്ന് പഠിച്ചു വെക്കുക. 1915 ഡിസംബർ 10. അധ്യക്ഷൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള.
അപ്പൊ അതിന്റെ അധ്യക്ഷൻ മൂന്നോ നാലോ ചോദ്യം നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാം കേട്ടോ. അതായത് പെരുന്നാട്ട് സർവ്വസമുദായ സമ്മേളനം വിളിച്ചു ചേർത്തത് ആരായിരുന്നു? അയ്യങ്കാളി. ഏത് ദിവസമായിരുന്നു? 1915 ഡിസംബർ 10. ആരായിരുന്നു അധ്യക്ഷം വഹിച്ചത്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ചിലപ്പം തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അയ്യങ്കാളിയല്ലേ വിളിച്ചു ചേർത്ത്, അപ്പൊ അയ്യങ്കാളി എന്നെ അധ്യക്ഷം വഹിച്ചോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ആരാണ് അതിന്റെ അധ്യക്ഷം വഹിച്ചത്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ആ സമ്മേളനത്തിൽ വെച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ കല്ലും മാലയും പൊട്ടിച്ചെറിഞ്ഞു. ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട്. നിങ്ങൾ ആലോചിച്ചു, 1915 ഡിസംബർ 10 എന്ന് പറഞ്ഞാൽ ഏതാ കാലഘട്ടം? അന്ന് ആ ഒരു സമ്മേളനത്തിന് ആയിരക്കണക്കിന് സ്ത്രീകൾ, അതും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ചേർന്നിട്ടുണ്ട്. അപ്പൊ എത്ര വലിയൊരു പ്രവർത്തനമായിരിക്കും അതെന്ന് ആലോചിച്ച് നോക്കും. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ കല്ലും മാലയും പൊട്ടിച്ചെറിഞ്ഞു. വസ്ത്രധാരണത്തിലും ആഭരണം ധരിക്കുന്നതിലും, എന്തിലൊക്കെയാണ്? വസ്ത്രധാരണത്തിലും ആഭരണം ധരിക്കുന്നതിലും അധകൃത സ്ത്രീകളുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന ജാതീയമായ നിയന്ത്രണങ്ങൾ സമരത്തിലൂടെ വലിച്ചെറിയപ്പെട്ടു. എത്ര വലിയ സംഭവമാണെന്ന് ആലോചിക്കണം കേട്ടോ. ഇതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. വസ്ത്രധാരണത്തിലും ആഭരണം ധരിക്കുന്നതിലും അധകൃത സ്ത്രീകളുടെ മേല് ഏർപ്പെടുത്തിയ ജാതീയമായ നിയന്ത്രണങ്ങൾ ഈ സമരത്തിലൂടെ വലിച്ചെറിയപ്പെട്ടു. അപ്പൊ അത്രയും ഭാഗമാണ് നമ്മൾ കല്ലുമാല സമരവുമായി ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറൊരു പോയിന്റ് കൂടി ഞാൻ എക്സ്ട്രാ പറയാം. അതായത് 1915 കല്ലുമാല. എത്രയിലാണ്? 1915. കറക്റ്റ് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഒക്ടോബർ 24 എന്നാണ് കാണുന്നത് കേട്ടോ. 1915 ഒക്ടോബർ 24 കല്ലുമാല സമരത്തിന്റെ കേട്ടോ. അപ്പൊ അതും കൂടി പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന്? നെടുമങ്ങാട് ചന്തലഹള എന്താന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ 90-ാം ആണ്ട് ലഹള എന്താന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടെ കല്ലുമാല സമരവും പഠിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. നന്നായി പഠിക്കുക, നന്നായി റിവിഷൻ ചെയ്യുക. താങ്ക് യു.